ഈ ജീവിതമെന്നത് ഒരു പരീക്ഷണം മാത്രമാണ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ് മരണത്തിനു ശേഷമുള്ള ജീവിതമാണ് ഒരിക്കലും അവസാനിക്കാത്തതും എന്നെന്നും നിലനിൽക്കുന്നതും. അതാണ് ശരിയായ ജീവിതമെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതിനുവേണ്ടി ഈ ജീവിതത്തിൽ തയ്യാറെടുക്കാനും അത് കൃത്യമായി പഠിപ്പിക്കാനാണ് 1,00,000-ലധികം അമ്പിയാക്കന്മാർ ഭൂമിയിൽ വന്നത്. ഒട്ടനവധി വേദഗ്രന്ഥങ്ങൾ ഭൂമിയിൽ അവതരിച്ചത്. അപ്പം ആ ഒരു ശരിയായ ബോധം ജീവിതത്തിലുടനീളം ഓരോ സെക്കൻഡും, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിലെ ഓരോ സെക്കൻഡും ആ ബോധം ആർക്കാണ് നിലനിർത്താൻ സാധിക്കുന്നത്, ആ ബോധത്തോടെ ആർക്കാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, അവനാണ് ഏറ്റവും ബുദ്ധിമാൻ, ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞത് അയാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുണ്ടാവും അല്ലേ. ചിലർ താജ്മഹലാണ്, ചിലർ പറയും പിസായിലെ ചെരിഞ്ഞ ഗോപുരമാണ്, അല്ലെങ്കിൽ ഓരോരുത്തർ ജീവിതത്തിൽ കണ്ട വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ തോന്നും. എന്നാൽ ശരിക്കും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത് മരണമെന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തെ ഏറ്റവും ശരിയായി അറിഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, കൂടെ പഠിച്ച എത്രയോ ആളുകൾ നമുക്ക് മുമ്പേ യാത്രയായി. അവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചവരാണ് നമ്മൾ, അവരുടെ ജനാസ കണ്ടവരാണ് നമ്മൾ. തീർച്ചയായും സംഭവിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു കാര്യം അത് നമ്മുടെ മരണമാണ്. വേറൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ സ്റ്റേജിലേക്ക് ഒരാളുടെ സഹായവുമില്ലാതെ ഒറ്റക്ക് നടന്നു കയറിയാണ്. ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഒറ്റക്ക് ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പോലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. എത്രയോ ആളുകൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് അല്ലേ. ഞാനീ സംസാരിക്കുമ്പോൾ തന്നെ ലോകത്ത് ഇന്ന് ഈ നേരമാകുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ സ്ട്രോക്ക് സംഭവിച്ച് ICUകളിലും വെന്റിലേറ്ററുകളിലും വാർഡുകളിലും സംസാരശേഷി നഷ്ടപ്പെട്ട എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മരിക്കും, നിങ്ങൾ മരിക്കുമെന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും. അത്രയും ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണമെന്നത്. എന്നിട്ട് പോലും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്കൊന്ന് ഒരുങ്ങാൻ അത്രയും ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് പോലും നമുക്ക് ഒന്ന് ഒരുങ്ങാൻ, ആത്മാർത്ഥതയോടെ ഒരുങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അല്ലേ. നമ്മളൊക്കെ മരണത്തിന് ശേഷം ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളത് അതിനെ ഒരു ഗൗരവത്തിലെടുക്കുന്നില്ല. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് റമളാനിൽ നോമ്പ് തുറന്ന് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടയെല്ലാണ് പൊട്ടിയിട്ടുള്ളത്. ഇപ്പം സാധാരണ നമ്മൾ പൊട്ട് കണ്ടാൽ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടയുടെ എല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലാണ് തൊടൻ്റെ എല്ല്. അപ്പോൾ തൊടൻ്റെ എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയിൽ ഒരു പരിക്ക് അവിടെ സംഭവിച്ചിരിക്കണം. സാധാരണ ബൈക്ക് ആക്സിഡൻറ്റ്, റോഡ് അപകടങ്ങളിലൊക്കെയാണ് അങ്ങനെ പൊട്ടുള്ളൂ. നല്ല സ്പീഡിൽ വന്ന് അപകടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ വല്ല തെങ്ങിൻ്റെ മേലെന്നൊക്കെ വീഴണം.
ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിട്ട്. വയസ്സായ പ്രായമായ വാപ്പാരുമാരൊക്കെ ബാത്റൂമിൽ വീണ് എല്ല് പൊട്ടണിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നോമ്പ് തുറന്ന് ഈ തുടയുടെ എല്ല് പൊട്ടി വന്നപ്പോൾ, അപ്പം എങ്ങനെയാണ് പൊട്ടിയതെന്ന് ചോദിച്ചപ്പം പറഞ്ഞത്, നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പത്തിരിൻ്റെ പാത്രം കുറച്ച് ദൂരെയാണ്. അപ്പം അതെടുക്കാൻ വേണ്ടി ഒന്നിങ്ങനെ നമ്മൾ നാഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ ടക്ക് എന്നൊരൊച്ച കിട്ടും. അപ്പം അങ്ങനെ സാധാരണ ഒരാളുടെ തൊടൻ്റെ എല്ല് പൊട്ടൂലല്ലോ. അപ്പോൾ എക്സ്റേ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു അസുഖം ബാധിച്ച എല്ലാണ്. അപ്പം അങ്ങനെ ഒരു അസുഖമുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അസുഖം എന്നോ കുറേ ദിവസങ്ങളായി മാസങ്ങളായി ബാധിച്ച ഒരു അസുഖം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി അവസാനം എല്ല് പൊട്ടി. അങ്ങനെ ബയോപ്സിൻ്റെ റിപ്പോർട്ട് വന്നു, അത് ക്യാൻസർ ആയിരുന്നു. ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ കുറച്ചു കാലം ജീവിച്ചു. ഇടക്കിടക്ക് എന്നെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്യാൻസറാണ്, ചികിത്സിച്ചു, ഫലമില്ല. ഇപ്പം ഇടയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പറയും, മരിക്കാൻ എനിക്ക് ഭയമില്ല, എന്നാലും ഒരു ദിവസം മരിക്കണമല്ലോ. പക്ഷെ ചെറിയ കുട്ടികളാണ്, വീടില്ല, അങ്ങനെ പ്രയാസങ്ങളുണ്ട്. അതിലൊരു വിഷമം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് ഒരാളുടെ അനുഭവമാണ്. ഇങ്ങനെ എത്രയോ ആളുകളെ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അയൽവാസികളായി, കുടുംബക്കാരായി, എന്താ പറയുക, ഒരു യുവത്വത്തിൽ പെട്ടെന്ന് ഒരു മാറാത്തൊരസുഖം വന്ന് മരിക്കുക എന്ന് പറയും. ഇപ്പം രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതൊരു ഭയങ്കരമായ നിസ്സഹായാവസ്ഥയാണ്. പക്ഷെ നന്നായിട്ടൊന്ന് പനിച്ചാൽ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നല്ലൊരു പനി പനിച്ചൊന്നും വിറച്ച് നിൽക്കുമ്പോൾ തല കറങ്ങി നമുക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റണില്ല അല്ലേ? തല കറങ്ങുക, എണീറ്റ് നിൽക്കുമ്പോൾ അങ്ങനെ വീഴാൻ പോവുക. ആ ഒരു പനി പനിച്ചാൽ തന്നെ നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. അപ്പം അസുഖം വരുമ്പോൾ ആളുകൾ പൊതുവെ വളരെ നിസ്സഹായരായിരിക്കും. അത് ചെറിയൊരു പനി വന്നാൽ പോലും. അപ്പോൾ ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം എത്രയോ ആളുകൾ ആശുപത്രികളിലും ഇപ്പോൾ ക്ലിനിക് വീടുകളിലൊക്കെ രോഗികളായി കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും എൻ്റെ അസുഖം, ഇപ്പോൾ നമുക്ക് ചില അസുഖങ്ങളെ പറ്റി അറിയാം. എൻ്റെ അസുഖം അത് മാറും, ഇപ്പോൾ അതിന് ഗുളിക കുടിച്ചാൽ അത് മാറും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അത് ശരിയാകും, ഒരു സർജറി കഴിഞ്ഞാൽ അത് മാറും. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയിൽ തന്നെ ഉണ്ടാകുക, അല്ലേ? ഇത് മാറുന്നൊരസുഖമാണ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു പ്രതീക്ഷയിലാണ് മിക്ക രോഗികളും അവരുടെ ആ രോഗാവസ്ഥ തരണം ചെയ്തു പോകുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ, ഇതിൽ രോഗം ഭേദമാകാതെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ക്യാൻസറൊക്കെ ഡയഗ്നോസ് ചെയ്താൽ അതിൻ്റെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലായിരിക്കും. പല സർജറി, കീമോതെറാപ്പി എടുത്തു, അത് പരാജയപ്പെട്ടു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തെപ്പറ്റി ഒരു ശരിയായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും. ഇപ്പോൾ ഞാൻ എല്ല് ഡോക്ടറാണ്. കുറേ കാലം, 10-20 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ച് കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചിട്ടും അതേപോലെ തന്നെ രക്തക്കോയിലൊക്കെ മുറിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം ഉണ്ടായത് കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു 80 വയസ്സായ മനുഷ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത്രയും പ്രായരായ ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടിട്ടില്ല. 80 വയസ്സ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞ് കാലിൻ്റെ ഞരമ്പ് മുറിച്ചാൽ മതി. അങ്ങനെ കാലിൻ്റെ ബാക്കിലെ വിഷവള്ളി ഉണ്ടല്ലോ നമ്മളെ നടക്കണേ, അതാണ് മൂപ്പര് മുറിക്കാൻ ശ്രമിച്ചത്. 4 സ്ഥലത്ത് മൂപ്പര് മുറിച്ചിട്ടുണ്ട്.
80 വയസ്സുള്ളൊരു വയോവർ, കണ്ണൊന്നും ശരിക്കും കാണൂല, അത്രയും പ്രായമായ മനുഷ്യൻ. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇത് മുറിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ അയാൾ ഭാര്യ മരിച്ചു, ഭാര്യയാണ് ആകെ ഉണ്ടായിരുന്നൊരു ആശ്രയം. ഇപ്പോൾ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം മക്കൾക്ക് ഞാനൊരു ഭാരമാണ് എന്ന് മൂപ്പർക്ക് തന്നെ ഒരു തോന്നൽ. അതെന്താ വെച്ചാൽ ഈ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ആണുങ്ങളാണ് മരിച്ചു പോവുക, പെണ്ണുങ്ങളാണ് എപ്പോഴും ബാക്കിയാകുക. പെണ്ണുങ്ങൾ ബാക്കിയായാൽ പെണ്ണുങ്ങളെ, നമ്മളെ വല്യമ്മാനെ അല്ലെങ്കിൽ നമ്മളെ അമ്മാരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. കുറച്ച് പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായാൽ ഉമ്മ അങ്ങനെ ജീവിച്ച് പോയിക്കോളും. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അയാളെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളാണ് പോയത്. അതിന് പകരം ഒരാൾക്കും നമ്മൾ ആരെ കൊണ്ടെന്ന് വെച്ചാലും അത് പൂർണ്ണമാവില്ല. പലപ്പോഴും അവർ അസ്വസ്ഥരും മാനസികമായി നിരാശരൊക്കെ ആയിരിക്കും. അവരെ മാനേജ് ചെയ്യാൻ മക്കൾക്കൊക്കെ പ്രയാസമായിരിക്കും. നമ്മാനെ മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയി കാര്യം. അതുകൊണ്ട് മരിക്കാൻ നല്ല എപ്പോഴും ആണുങ്ങൾ തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ മാനേജ് ചെയ്യാൻ സുഖമായിരിക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞാൽ ഭാര്യ മരിച്ചു, അപ്പോൾ അദ്ദേഹത്തിനൊരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ എടുത്തു നോക്കിയാൽ പണ്ടൊന്നുമില്ലാത്ത വിധം ചെറിയ ചെറിയ കുട്ടികൾ. അപ്പം നമ്മൾ ഈ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു പ്രായമല്ലേ, വേറെ ഒന്നിനെ പറ്റി ആലോചന അല്ലല്ലോ. ഇങ്ങനെ കളിച്ച അങ്ങനെ ഒരു കളി കഴിഞ്ഞാൽ അടുത്ത കളി. ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഈ പറഞ്ഞ 80-90 വയസ്സുള്ള ആളുകൾ വരെ കൗൺസിലിങ്ങിന് വരികയാണ്. അവർക്ക് നിരാശയാണ്, വിഷമാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്. ഇതൊന്നും മുമ്പില്ലാത്തതാണ്. ഞാൻ പറഞ്ഞത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവുമായ ഒരു നല്ല അവസ്ഥക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. വെറും രോഗമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ല, മനസ്സിനും നല്ലൊരു ആരോഗ്യം വേണം. അതില്ലെങ്കിൽ രോഗമാണ്. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഒരു രോഗി എൻ്റെ ക്യാബിനിൽ കയറി വന്നു. അപ്പം അതിൻ്റെ അപ്പുറത്തൊരു സൈക്യാട്രിസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാറി കയറി വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾ അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു, അപ്പം എന്താ ബുദ്ധിമുട്ട് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മനസ്സ് മോഷണം പോവുകയാണ്. അത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. മനസ്സ് മോഷണം പോവുകയും ചെയ്യും. ഞാൻ ചിന്തിക്കുന്നതൊക്കെ വേറെ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ ഇപ്പം അതിൻ്റെ അവസ്ഥ. നിങ്ങളിപ്പോൾ ഇങ്ങനെ മനസ്സിലാലോചിക്കണ കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ അവസ്ഥ എന്താണ്? അപ്പം അയാൾ പറയാം, എൻ്റെ മനസ്സിലുള്ളതൊക്കെ വേറെ ഉള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ഭാര്യ, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഭയങ്കരമായ അസ്വസ്ഥനാണ്. അപ്പം ഞാൻ എന്നത് തുടങ്ങിയ ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു അറബിൻ്റെ വീട്ടിലെ ഡ്രൈവറാണ്, കാലങ്ങളായി ഡ്രൈവറാണ്. അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളെ നാട്ടിൽ പോകാൻ അറബി സമ്മതിക്കൂല, അത്ര ഇഷ്ടമാണ് അറബിക്ക്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എന്തായാലും നാട്ടിൽ പോകണ്ടേന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, വേറെ ഡ്രൈവറെ അവിടെ പകരം വെച്ചിട്ടാണ് മൂപ്പര് വരുന്നത്. അപ്പോൾ ആ പകരം വെച്ച ആൾ മൂപ്പർക്ക് എന്തോ ചെയ്തുകണെന്നുള്ളതാണ്, എന്തോ. അപ്പോൾ എന്നോട് പറയാൻ, ഞാൻ ഇപ്പം ഇങ്ങോട്ട് പരിശോധിക്കാൻ വേണ്ടി വരുമ്പം ആ പുറത്ത് അറബി നിൽക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അവിടെ അങ്ങനെ ദൂരത്തിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഭവം മാനസികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഭാര്യനെ വിളിച്ചു, ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ പറഞ്ഞാൽ അയാളപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല ഡോക്ടർ, അയാൾ രാത്രി ചങ്കിന് പിടിച്ച് നിൽക്കുന്ന ഉറക്കത്തിൽ നീച്ച് കണ്ട്. എന്ത് ധൈര്യത്തിൽ അയാളപ്പോൾ നമ്മൾ കിടക്കാന്ന്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഓരോ അസുഖങ്ങളാണ്. അപ്പം ഇതൊന്നുമില്ലാതെ ഇന്ന് രാവിലെ സഹോദരങ്ങൾ, ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റു അല്ലേ. എത്രയോ ആളുകൾ ഇന്ന് രാവിലെ ഉറക്കമുണർന്നിട്ടില്ല. ഉറക്കമുണരാത്ത എത്രയോ ആളുകളുണ്ട്. ഉറക്കത്തിൽ സ്ട്രോക്ക് സംഭവിച്ചു പോയ എത്ര ആളുകൾ ഇന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം പോകാതെ എത്രയോ ആളുകൾ കാഷ്വാലിറ്റിയിൽ പല ഹോസ്പിറ്റലുകളുടെയും എമർജൻസിയിൽ വന്നിട്ടുണ്ട്, മൂത്രം പോകാത്തതിൻ്റെ പേരിൽ.
ഭക്ഷണം ഇറങ്ങാത്തതിൻ്റെ പേരിൽ, അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ഒട്ടനവധി ആളുകൾ ഇന്ന് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് അല്ലേ ബാത്റൂമിൽ പോയി, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു വന്ന ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനോട് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടൊരു അൽഹംദുലില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉണർന്നെണീക്കുമ്പം അൽഹംദുലില്ലാഹില്ലദി, നമ്മൾ അങ്ങനെ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ആ പ്രാർത്ഥന നമ്മളെ ഉള്ളിൽ തട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. നമ്മളെ സൃഷ്ടാവിനെ, നമ്മളെ റബ്ബിനെ, നമ്മളെ സൃഷ്ടിച്ച് 2 കോശങ്ങളിൽ നിന്ന് നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തിച്ച ഒരു സൃഷ്ടാവിനെ നമ്മൾ ജീവിതത്തിൽ നമ്മളെന്താണ്, നമ്മൾ ചേർന്ന് ആ പ്രപഞ്ച സൃഷ്ടാവിനോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്. നമ്മൾ ആ റബ്ബിനെ അത്രയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന സൂറത്തു ആലു ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു. നിങ്ങളത് രാവിലെ സുബൈക്ക് എണീക്കുമ്പം ആ ഒരു 10 ആയത്ത് കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടോ നിങ്ങൾ ഓതുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ പ്രപഞ്ച സൃഷ്ടാവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും പരിപാലിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഒരു കോഴിമുട്ട, നിങ്ങൾ ആലോചിക്കുക, ഒരു കോഴിമുട്ട ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. അത് പുഴുങ്ങി തിന്നണോലുണ്ടാവും, ഓംലെറ്റ് അടിക്കണോലുണ്ടാവും, ബുൾസൈ ആക്കണോലുണ്ടാവും, അത് ബ്രെഡിൻ്റെ അടിയിൽ വെക്കണോലുണ്ടാവും, പലതരത്തിലുള്ള മുട്ട തിന്നാത്തവരുണ്ടാവും. ആ കോഴിമുട്ട ഒരു 10-20 ദിവസം ഒരു കോഴീൻ്റെ ഒരു 21 ദിവസമൊക്കെ ആ കോഴിൻ്റെ അകിടിൽ വെച്ച് കൊടുത്താൽ ആ ചൂട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടയിൽ നിന്ന് വരുന്നത് ഒരു കോഴിക്കുഞ്ഞാണ് അല്ലേ? ചെറിയ ചുണ്ടുള്ള, കാലുള്ള, ചിറകുള്ള ഒരു കോഴിക്കുഞ്ഞാണ് ആ 21 ദിവസം കൊണ്ട് ആ കോഴിമുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. ആ മുട്ട പൊട്ടിക്കുന്നത് ആരാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ആ കോഴിമുട്ട അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട് കോഴിമുട്ടക്ക്. ആ മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് വരുന്നത്. ഇന്നിപ്പോൾ കോഴിയൊക്കെ കുറവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും. ഇന്നിപ്പോൾ കോഴി ഈ കൊലായ്മലൊക്കെ തൂർന്നോണ്ടേക്കാരം ഇപ്പോൾ കോഴിനൊന്നും ആർക്കും പറ്റൂല. പണ്ട് മഴക്കാലം വന്നാൽ ഫുള്ള് കൊലായ്മ കോഴിക്കാരം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ നാട്ടിലും വീട്ടിലൊന്നും കോഴിക്കളൊന്നും കാണാനില്ല. പറഞ്ഞ് ഈ കോഴി എന്താണ് വിരിച്ച് പിന്നെ 10-12 കുട്ടികളൊക്കെ ആയിട്ടാണ് ഇത് ഇറങ്ങുക പുറത്തേക്ക് അല്ലേ? ആ കുട്ടികൾ നിങ്ങൾ അയച്ചു നോക്കി, ഇന്ന് ഇറങ്ങിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു പരുന്തോ കാക്കയോ ഒക്കെ വന്നാൽ ആ കോഴി ഇങ്ങനെ തല ഇങ്ങനെ പൊക്കിയിട്ട് 2 ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുന്നതോടുകൂടി ആ കോഴിക്കുഞ്ഞുങ്ങൾ ആ കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിലേക്ക് വന്ന് നിൽക്കും. അതൊരു സ്കൂളിലോ മദ്രസയിലോ പോയി പഠിച്ചതല്ല. നിങ്ങളാച്ചു ഇന്ന് വിരിഞ്ഞ കുട്ടിയാണെങ്കിൽ പോലും ആ ശബ്ദം കേട്ടാൽ അതെന്തോ അപകടം ഉണ്ട് എന്നിട്ട് ആ തള്ളക്കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ വന്നത് ഒളിക്കും. അതാരാണ് പഠിപ്പിച്ചത് സഹോദരങ്ങൾ? ഫിറൗനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഫിറൗൻ ചോദിക്കുന്നുണ്ട് മൂസാ നബിയോട്, നിന്റെ റബ്ബ് ആരാണ് മൂസാ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. വല്ലാത്തൊരു, അതാണ് മറുപടി. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന്റെ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞത്, റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കുകൾ നോക്കി, നമ്മൾ എങ്ങനെയാണ് പടച്ചോനെ നമ്മൾ അറിയില്ല എന്ന് പറയാം. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നുണ്ട് നിസ്കാരത്തിൽ. ഇന്നിപ്പോൾ മഗ്‌രിബിന് നിങ്ങൾ 3 ഫാത്തിഹ ഓതി. സുന്നത്ത് നിസ്കരിച്ചവനാണെങ്കിൽ 5 ഫാത്തിഹ ഓതിയിട്ടാണ് ഇപ്പം നിങ്ങൾ സൂര്യൻ അസ്തമിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ തന്നെ റഹ്മാനും റഹീമും എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്ന് വേറൊരു വാക്ക്.
അർ-റഹ്മാനിർ റഹീം, വീണ്ടും റഹ്മാനുർ റഹീം, മാലികി യൗമിദ്ദീൻ. ഇത്രയും പേര് പടച്ചോന്റെ ഈ പേരിങ്ങനെ സദാ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പം റഹ്മാന് റഹീം റബ്ബുൽ ആലമീൻ മാലികി യൗമിദ്ദീൻ, ഇത് പടച്ചോന്റെ പേരാണ്. ആ പടച്ചോനെ എങ്ങനെയാണ് നമ്മൾ അറിയില്ല എന്ന് പറയാം. എത്ര പ്രാവശ്യം നമ്മൾ ഈ പേരുച്ചരിച്ചിട്ടും ആ പേര് മാത്രം മതി അള്ളാഹു ആരാണെന്നറിയാൻ. റബ്ബുൽ ആലമീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ഈ ആവാസ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന അള്ളാഹു റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ വിസ്മരിക്കുക? നമ്മളൊന്നുമായിരുന്നില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജകോശങ്ങളിൽ നിന്ന് ആ 2 കോശം 4 കോശമായി 8 കോശമായി 16 കോശമായി അത് 32 കോശമായി പിന്നെ അത് ചെറിയൊരു എംബ്രിയോ ആയി, അത് പിന്നെ രൂപമില്ലാത്തതായി, പിന്നെ അതിനൊരു മനുഷ്യൻ്റെ രൂപം കൈവരിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്, അല്ലേ? എന്നിട്ട് നമ്മൾ ചെറിയ ഒരു കുട്ടിയായി നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കുക, ഒന്നും അറിയില്ല, കരയാൻ മാത്രമേ അറിയുള്ളൂ. കരയാൻ മാത്രം അറിഞ്ഞ് മലർന്നു കിടന്ന് കരയുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിൻ്റെ കുറേ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരു ചിരിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? ആരെ കണ്ടാലും ചിരിക്കുന്ന ഒരു ഘട്ടം, കുട്ടികളങ്ങനെ ചിരിപ്പിക്കണ കാണാം. അത് കഴിഞ്ഞ് അത് നമ്മൾ കമിഴ്ന്നു, പിന്നെ നമ്മൾ ഇരുന്നു, പിന്നെ നമ്മൾ നടന്നു, അല്ലേ? ഓരോ ഘട്ടങ്ങളിലാണ്. കഴുത്തുറച്ചു. ഇപ്പോഴും ആളുകൾ ചോദിക്കും, കുട്ടീൻ്റെ കഴുത്തുറച്ചിട്ടില്ലേന്ന്. ചില കുട്ടികളങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ലേന്ന്. അതൊരു ലാൻഡ്മാർക്കാണ് കഴുത്തുറക്കുക എന്ന് പറഞ്ഞാൽ. അത് ഉറച്ചിട്ടില്ലെങ്കിൽ ചില അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ, അല്ലേ? ഇപ്പോൾ നമ്മളെ കുട്ടി കുറച്ച് വലുതായി കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഇപ്പോൾ നമ്മളെ കുട്ടി നമ്മളെ കൂടെ കാറിൽ ഇങ്ങനെ വരുമ്പം നമ്മളെ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് ഇങ്ങനെ തിരിയുമ്പം കുട്ടിക്ക് മനസ്സിലാവും, എന്താ നമ്മളെ വീട്ടിലേക്കുള്ള വഴി എത്തിയിടുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കും. അപ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ, നമ്മളെ കുട്ടിക്ക് ബുദ്ധിയുണ്ട്, ഓന് മനസ്സിലാകുന്നുണ്ട്, ഓൻ റോട്ടിലേക്കുള്ള വഴി മനസ്സിലാകുന്നുണ്ട്, വീട്ടിലേക്കുള്ള വഴി മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മൂത്രമൊഴിക്കുന്നു, പാമ്പേഴ്സ് കെട്ടിയൊരു സമയം ഉണ്ടായി, പിന്നെ പാമ്പേഴ്സ് കെട്ടാതായി, അല്ലേ? രാത്രി മാത്രം കെട്ടാൻ തുടങ്ങി, പിന്നെ രാത്രിയും പാമ്പേഴ്സ് ഒഴിവാക്കി. ധൈര്യമായി എവിടെ പോയാലും മൂത്രമൊഴിക്കൂലെന്ന്. കാരണം കുട്ടി ബ്ലാഡറിന് കൺട്രോൾ വന്നു, അല്ലേ? മലമൂത്ര വിസർജനം കുട്ടിക്ക് നിയന്ത്രിക്കാൻ മനസ്സിലായി. ഇതൊക്കെ ഇങ്ങനെ ഘട്ടങ്ങളായി നമ്മൾ കൈവരിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വീണ്ടും തല തിരിയും. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇതൊക്കെ തല തിരിഞ്ഞു പോകും. നിങ്ങൾ ഒരു 75 വയസ്സ് 80 വയസ്സുള്ള ആൾക്കാർ OP-യിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ ഇപ്പോൾ പ്രയാസം? പഴയ പോലെ അങ്ങോട്ട് നടക്കാൻ പറ്റണില്ല, അതന്നെ. പിന്നെ ചില ആൾക്കാർ പറയും ബാലൻസ് ഇല്ല, ഇപ്പം അങ്ങനെയൊന്നും നിസ്കരിക്കാൻ പോലില്ല, പുറത്തേക്കൊന്നും വീഴും 2 വട്ടം വീണു, പിന്നെ ഇപ്പം പേടിയാണ്. ഒരു 80-85 വയസ്സുള്ള ആളെ പ്രശ്നമാണിത്. പേടിയാണ്, നടക്കുമ്പം വീഴുന്ന് പേടിയാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോലില്ല. ഇപ്പോൾ മക്കളൊക്കെ ചീത്ത പറയാണ്, എവിടെയെങ്കിലും പോയി കുത്തിമറിഞ്ഞ് 3 നിലാക്കുണ്ടാക്കണ്ട, ഈ പോൽക്കൊരു വിഷമം വേണ്ട. നമ്മൾ പണ്ട് നടന്ന് മൂന്നിട്ടാണ് നമ്മൾ നീച്ച് പോയത്. അതേമാതിരി പിന്നെ നീച്ച് നടക്കണമെന്ന് പിന്നെ നമ്മൾ മുഖാൻ തുടങ്ങി. നമുക്ക് മൂത്രം അറിയാണ്ട് പോകും. ചില ആൾക്കാരെന്താ പറയാ, പഴയ പോലെ മൂത്രത്തിനൊരു കൺട്രോൾ ഇല്ല ഡോക്ടർ, അത് ചിലപ്പോൾ അറിയാണ്ടൊക്കെയാണ് പോവുകയാണ്. 90 വയസ്സായ ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അയാളെ പ്രശ്നം അതാണ്, മൂത്രം പോവാണ്. നമ്മളൊരു അവസ്ഥ അങ്ങനെയായിരുന്നു, അതിന് നമ്മൾ കരകയറി വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ഇതൊക്കെ അള്ളാഹു പറഞ്ഞാണ്, ആ അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഈ ഘട്ടങ്ങളൊക്കെ സംവിധാനിച്ച ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നമ്മളെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഈ റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ മാലികി യൗമിദ്ദീൻ. ഞാൻ അങ്ങനെ പലപ്പോഴും ഈ മാലികി യൗമിദ്ദീൻ പടച്ചോൻ, പിന്നെ റഹ്മാനും റഹീമൊക്കെ ആയിക്കോട്ടെ, റബ്ബുൽ ആലമീനൊക്കെ നമുക്ക് പടച്ചോനെ പറ്റി മനസ്സിലാവും. എന്നാൽ ഈ മാലികി യൗമിദ്ദീൻ എന്തിനാ അപ്പം നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന് തോന്നി. സഹോദരങ്ങളെ, മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പം ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതെത്ര നിസ്സാരമാകട്ടെ, അതെത്ര ഗൗരവമുള്ളതാകട്ടെ, അതൊക്കെ
അതൊക്കെ നാളെ അതിനൊക്കെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന ബോധം. ഇതൊന്നും വെറുതെയല്ല. ഇവിടെ ഏതൊരു കഷ്ടപ്പാടും, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസവും അത് നാളെ പുണ്യകരമായി മാറും. അതൊക്കെ കണക്കിൽ വരും. അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട് എന്ന തിരിച്ചറിവ് വല്ലാത്തൊരു ശക്തിയാണ് ഈ ജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. ആ ജീവിതത്തിൽ പ്രയാസങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുള്ളൂ. പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. ഈ പ്രയാസങ്ങൾക്കൊക്കെ പടച്ചവൻ എനിക്ക് പ്രതിഫലം നൽകും. അതാണ് മാലിക് യൗമിദ്ദീൻ. ഇതൊന്നും നഷ്ടമാവില്ല. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്ത് അത്ഭുതമാണെന്നാണ്. ശരിക്കും ഇസ്ലാമിക ലോകത്തൊരു ചർച്ച കാണാൻ പറ്റും പണ്ഡിതന്മാർക്കിടയിൽ. എന്താണ്, അതായത് ആരാണ് ഏറ്റവും നല്ല വിശ്വാസി, ആരാണ് പടച്ചോന്റെ അടുത്ത് ഏറ്റവും നല്ല റാങ്ക് ഉള്ള ആള്. അത് രണ്ട് തരത്തിലാണല്ലോ പടച്ചോന് മനുഷ്യന്മാര്. ഒന്നെന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ നല്ലൊരവസ്ഥ. നമ്മൾ പറയല പടച്ചോൻ വല്ലാതെ അനുഗ്രഹിച്ച ഒരാള്. പൈസക്ക് പൈസ, മക്കൾക്ക് മക്കള്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം, എല്ലാം കൊണ്ടും നല്ലൊരവസ്ഥ അല്ലേ. നല്ല സമ്പത്തുണ്ട്, മക്കളൊക്കെ നല്ല നല്ല ക്വാളിഫിക്കേഷൻ, നല്ല ദീനുള്ള മക്കളുമാണ്. അയാളെ പറ്റി നമുക്കൊന്ന് അസൂയപ്പെടാൻ മാത്രം എല്ലാം ഉള്ളൊരു മനുഷ്യൻ. പ്രത്യേകിച്ച് സമ്പത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബിന്റെ കാലത്തേ ഉണ്ട് ഈ പ്രശ്നം. സമ്പന്നരായ സഹാബിമാര് നബിന്റെ കാലത്ത് തന്നെ ഉണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അവരൊക്കെ നല്ല പൈസക്കാരായ സഹാബിമാരായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ അഹ്ലു സുഫയിൽപ്പെട്ട വളരെ പാവങ്ങളായ സഹാബിമാരുണ്ടായിരുന്നു. മനുഷ്യനങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസക്കാരം, എല്ലാ തരത്തിലും പ്രയാസമുള്ള ആളുകൾ. സാമ്പത്തികമായി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുക, അതേസമയം രോഗം കൊണ്ടും പരീക്ഷിക്കപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല ഒരു വീട്ടിൽ എന്താണ് നമ്മൾ സഹായം കൊടുക്കാൻ വേണ്ടി അന്വേഷണത്തിൽ ചെല്ലുമ്പം എന്താ അവിടുത്തെ സ്ഥിതി? ആ ഉമ്മാക്ക് മാനസികം, മകൾക്ക് ബ്രെയിൻ ട്യൂമർ, പിന്നെ അവിടെ ആകെയുള്ള വാപ്പയാണ്, അയാൾ നട്ടലിന് TV ബാധിച്ച് കിടപ്പിലാണ്. എന്താപ്പാ വീട്ടിലത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അങ്ങനെ മനുഷ്യന്മാരുണ്ട്. ഇതിലാരാണ് ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആള്? പരീക്ഷണങ്ങളിൽ പ്രയാസപ്പെട്ട് അതിൽ ക്ഷമിക്കുന്ന ഒരു ദരിദ്രനായ വ്യക്തിയാണോ അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉന്നതൻ? അതല്ല, നിറയെ സമ്പത്തുണ്ടാവുകയും ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർലോഭം ചെലവഴിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. ഇതിലാരാണ് പടച്ചോൻ ഏറ്റവും അടുത്ത് റാങ്കുള്ള ആളുകളാണ്? ആരേക്കാരം? നിങ്ങൾ അമ്പിയാക്കന്മാരെടുത്ത് നോക്കിയാലും അങ്ങനെ ഉണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം രാജാവായിരുന്നു. എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടിയ വ്യക്തിയാണ്. എന്നാൽ ദരിദ്രന്മാരായ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് നോക്കിയാൽ മതി. വഫാത്താകുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിലുണ്ടായിരുന്ന എന്താണ്? പടയങ്കി ജൂതന്റെ അടുത്ത് പണയം വെച്ച് വാങ്ങിയ ആ ഗോതമ്പിന്റെ ഭക്ഷണമായിരുന്നു. അപ്പൊ ഇതിൽ ഈ ചർച്ച അവസാനം ഇബ്നു തൈമിയ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്ത് അവസാനം പറയണ എന്താ അറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അത് പറയാൻ കഴിയൂല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള ആയത്താണ് ഓതുന്നത്. ഏറ്റവും ടോപ്പ് റാങ്ക് ഏറ്റവും നല്ല തെക്കുവള്ളോനാ. അത് പൈസ ഉള്ളവനാകാ, പൈസ ഇല്ലാത്ത. അതൊന്നും പൈസ അല്ല ഇതിന്റെ മാനദണ്ഡം, അത് തെക്കുവേണ്. അത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ദരിദ്രന്മാരായ സഹാബിമാര് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാണ്, നബിയെ, ഈ ധനികന്മാരായ സഹാബികള് അവരിങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കാണ്, അതിനവർക്ക് കൂലി കിട്ടുകയാണ്. ഞങ്ങൾക്കതില്ലല്ലോ പ്രവാചകരെ, ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾക്ക് നല്ല സങ്കടം ഉണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തൊരു ഉപദേശമാണ്, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളി, 33 വട്ടം അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോളി, 33 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലിക്കോളി, നിങ്ങൾക്കും ആ ധനികന്മാരുടെ ദർജയിലേക്ക് എത്താമെന്നാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇവർ രഹസ്യമായി ചെല്ലാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ അവസാനം ധനികരായ സഹാബിമാർ ഇവരെന്താ ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചെല്ലണ് നോക്കിയിട്ട് അവരോട് ചോദിക്കണ്, നിങ്ങൾ എന്താ ഇപ്പം ഇവിടെ ഇങ്ങനെ കുറേ ചെല്ലണ്? അപ്പോൾ ഞങ്ങളോട് നബി പറഞ്ഞു, പൈസ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിക്റൊക്കെ ചെല്ലാൻ പറഞ്ഞാണ്. അപ്പോൾ പൈസക്കാരും ഇത് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഇവർ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, അല്ലയോ പ്രവാചകരെ, ഇത് ഇവരും ചെല്ലാൻ തുടങ്ങിയല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യിച്ചു? ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹിൻ്റെ ഫദ്ലാണ്, അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുക. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യൻ ഈ രണ്ട് ദറജയിലാണ്, മനുഷ്യന്മാർ രണ്ട് തരത്തിലാണ് ദുനിയാവിലുണ്ടാകുക. ഒന്ന് നല്ല നല്ല എല്ലാ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി നമുക്ക് തോന്നും നല്ല എല്ലാ തരത്തിലും സമ്പത്ത് കൊണ്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ. ഒന്ന് ഈ പ്രയാസം സഹിക്കുന്ന ആളുകൾ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ പ്രയാസത്തിലൂടെ ഈ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. എല്ലാത്തിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും നമുക്ക് പ്രതിഫലം കിട്ടുമെന്നത്, നമുക്ക് നാളെ അള്ളാഹുവിൽ നിന്ന് പുണ്യം ലഭിക്കുമെന്നത്, നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നത്, നമ്മുടെ ദറജ ഉയർത്തപ്പെടുമെന്നത്, നമുക്ക് ഇതിനൊക്കെ അള്ളാഹു നമുക്ക് പരലോകത്ത് വെച്ച് ഇതിനൊക്കെ പകരം നൽകുമെന്നത് വലിയ ഒരു അനുഗ്രഹമാണ്, വലിയ ഒരു എന്താ പറയുക ആശ്വാസമാണ് സത്യത്തിൽ. അപ്പോൾ മാലിക് യൗമിദ്ദീൻ അള്ളാഹു നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. നമ്മൾ ചെറുതും വലുതുമായ എല്ലാ നമ്മളെ കർമ്മങ്ങൾക്കും നമ്മൾ നാളെ ഉത്തരം പറയേണ്ടി വരുമെന്ന്.